ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. SPYSS സംസ്കാരം സംഘടന സേവ NYC ഓൺലൈൻ നടത്തിവരുന്ന അദ്വൈതാമൃതം പരിപാടിയിലേക്ക് എല്ലാ യോഗബന്ധുക്കൾക്കും സ്വാഗതം. 2025 ഫെബ്രുവരി 4-ാം തീയതി ബ്രഹ്മശ്രീ സാന്ദ്രാനന്ദ സ്വാമികൾ ദീപപ്രോജ്വലനം നടത്തി തുടങ്ങിയ ഈ ആത്മോപദേശ ശതക പഠനം ഇന്ന് 16-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. 26 ശ്ലോകങ്ങൾ, ദൈവദശകം തുടങ്ങിയവയെല്ലാം നാം ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇന്ന് ക്ലാസ്സിലേക്ക് ബ്രഹ്മശ്രീ സാന്ദ്രാനന്ദ സ്വാമികളെ എത്രയും ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ മുഖ്യ ശിക്ഷക് ഗോപണ്ണനെ സസ്നേഹം സ്വാഗതം ചെയ്യുന്നു. എല്ലാ യോഗബന്ധുക്കൾക്കും സ്വാഗതം. നമ്മോടൊപ്പം ഇന്ന് സ്വാമികളുടെ ശിഷ്യരായ മനോഹരിജി, പങ്കജൻജി, സുധാജി എന്നിവരുമുണ്ട്. ദൈവദശകം ചൊല്ലുന്ന യശോദേവിയൊക്കെ ആദ്യം തന്നെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വരഃ ഗുരുഃ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ദൈവമേ കാത്തുകൊള്ളുകങ്ങ് കൈവിടാതിന്നു ഞങ്ങളെ. നാവികൻ നീഭവാപ്തിക്കോരാവിവൻ തോണി നിൻ പദം ഒന്നൊന്നായെണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നീടും പോലുള്ളം നിന്നിലസ്പന്ദമാകണേ. അന്നവസ്ത്രാദിമുട്ടാതെ തന്നു രക്ഷിച്ച് ഞങ്ങളെ ധന്യരാക്കുന്ന നീയൊന്നു തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ. ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻ മഹിമയും നീയുമെന്നുള്ളിലാകണം. നീയല്ലോ സൃഷ്ടിയും സൃഷ്ടവായതും സൃഷ്ടിജാലവും. നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും. നീയല്ലോ മായയും മായാവിയും മായാവിനോദനും. നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകുമാര്യനും. നീയല്ലോ നീ സത്യം ജ്ഞാനമാനന്ദം. നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറെല്ലോതും മൊഴിയുമോർക്കിൽ നീ. അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻപദം പുകഴ്ത്തുന്നു ഞങ്ങളങ്ങേ. ഭഗവാനെ ജയിക്കുക ജയിക്കുക മഹാദേവ. ദീനാവന പരായണ ജയിക്കുക ചിദാനന്ദ. ദയാസിന്ധോ ജയിക്കുക. ആഴമേറും നിൻ മഹസ്സാമാഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം എന്നും. വാഴണം വാഴണം സുഖം.
ദൈവമേ കാത്തുകൊള്ളുകങ്ങ് കൈവിടാതിന്നു ഞങ്ങളെ. നാവികൻ നീ ഭവാബ്ദിക്കോരാവിവൻ തോണി നിൻ പദം. ഹരിയോം. ഹരിയോം. കഴിഞ്ഞ ആഴ്ചയിലെ ശ്ലോകങ്ങൾ ചൊല്ലുന്നതിന് മനോഹരിയൊക്കെ സസ്നേഹം സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. ആത്മോപദേശ ശതകം ശ്ലോകങ്ങൾ 23 മുതൽ 26 വരെ. ഓ അപരനു വേണ്ടിയഹർനിശംപ്രയത്നം കൃപണത വിട്ടു കൃപാലു ചെയ്തിടുന്നു. കൃപണനോ മുഖനായി കിടന്നു ചെയ്യുന്ന ഭജയ കർമ്മമവനു വേണ്ടി മാത്രം. അവനിവനം അറിയുന്നതൊക്കെയോർത്താൽ അവനീലാദിമമായോരാത്മരൂപം. അവനവനാത്മസുഖത്തിനാചരിക്കുന്നവ അപരൻ സുഖത്തിനായി വരണം. ഒരുവനു നല്ലതും അന്യനല്ലതും ചേർപ്പൊരു തൊഴിലാത്മവിരോധിയോർത്തിടേണം. പരനു പരം പരിതാപമേകിടുന്നോരെരി നരകാബ്ദിയിൽ വീണെരിടുന്നു. അവയവമൊക്കെയമർത്തിയാണിയായി അവയവിയാവിയെ ആവരിച്ചിടുന്നു. അവനിവനം അതിനാലവൻ നിനയ്ക്കുന്ന അവശതയാം അവിവേകമൊന്നിനാലേ. നമസ്തേ. ഓം ശ്രീനാരായണ പരമ ഗുരവേ നമഃ. എല്ലാവർക്കും നമസ്കാരം. ഇപ്പൊ നമ്മളുടെ ആത്മോപദേശ ശതകത്തിൽ 26 ശ്ലോകങ്ങളാണ് നമ്മളിങ്ങനെ പഠിക്കുകയും മനനം ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. 27ാമത്തെ ശ്ലോകത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ശ്ലോകം ഒന്ന് വായിക്കാം. ഇരുളിലിരുന്നറിയുന്നതാകുമാത്മാ അറിവറിവ് അതുതാനത നാമരൂപമായും കരണമുടിന്ദ്രിയ കർത്തൃകർമ്മമായും വരുവത് കാൺക മഹേന്ദ്രജാലമില്ല. ഇരുളിൽ ഇരുന്ന്, ഇരുട്ടിലിരുന്ന് അറിയുന്നതാകും ആത്മാ. അറിയുന്നത് ഏതാണോ അതാണ് ആത്മാ എന്ന് പറയുകയാണ്. അറിവ് അത് താൻ, അത് അറിവ് തന്നെയാണ്. അതുകൊണ്ട് ആ അറിവ് തന്നെ നാമരൂപമായും, നാമങ്ങളും രൂപങ്ങളുമായിട്ട് കരണമോട് അന്ധകരണം, ഇന്ദ്രിയ കർത്തൃ കർമ്മമായും, ഇന്ദ്രിയങ്ങൾ അതുപോലെ കർത്താവ്, കർമ്മം എന്നിങ്ങനെ വരുവത്, ഇപ്രകാരം വരുന്നത് കാണുക. ഇതെല്ലാം മഹേന്ദ്രജാലമല്ല, ഇതെല്ലാം ഒരു മഹേന്ദ്രജാലം പോലെ ആണ് എന്ന് പറയുകയാണ്. അപ്പോ ഇരുളിൽ ഇരുന്ന് അറിയുന്നത് ആകും ആത്മാ. ഇവിടെ ഇരുള് എന്ന് പറയുന്നതിന് നമുക്ക് അജ്ഞാനം എന്നുള്ളതാണ് ഗുരു ഉദ്ദേശിക്കുന്നത്. പൊതുവെ നമ്മുടെ വേദാന്ത ശാസ്ത്രത്തിൽ ആത്മാവ് എന്തല്ല എന്നാണ് പൊതുവെ
അവര് പറയാൻ ശ്രമിക്കുന്നത്. ഉപനിഷത്തിന്റെയൊക്കെ രീതി അങ്ങനെയാണ്. നേതി നേതി, ഇതല്ല ഇതല്ല എന്ന് പറയുകയാണ്. ഇപ്പൊ ദൈവദശകത്തിൽ ഗുരു പറയുന്നു, ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ട് എണ്ണം പൊരുളൊടുക്കുക. അപ്പോ ഓരോ സ്ഥലത്തും ഓരോ രീതിയാണ് അവരെല്ലാം അവലംബിച്ചിട്ടുള്ളത്. ഇത് ആത്മാവാണ് എന്ന് പറയാനായിട്ട് സാധിക്കാത്തതിന്റെ കാരണം, ഇത് എന്ന് പറയുമ്പോൾ ഇവിടെ ഈ കാലദേശങ്ങളുടെ ഉള്ളിലാണ് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് വേദാന്തത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ വാക്കുകളുടെ പരിമിതി അവിടെ സൂചിപ്പിക്കുകയാണ്. അപ്പൊ ഇവിടെ ഗുരു പറയുന്നു, ഈ അജ്ഞാനത്തെ അല്ലെങ്കിൽ ഈ അജ്ഞാനത്തിൽ ഇരുന്നു കൊണ്ട് ഇതിനെല്ലാം കാണിച്ചു തരുന്നത്, അതിന് പ്രകാശമായിട്ട് നിൽക്കുന്നത്, അതിന് സാക്ഷിയായിട്ട് നിൽക്കുന്നത്, ഇരുളിൽ ഇരുന്ന് അറിയുന്നത്. ഇപ്പൊ നമ്മൾ ഇരുട്ടിലിരുന്ന് നീ ആരാണ് എന്ന് ചോദിച്ചാൽ ഞാൻ ഇന്ന ആളാണ്, ഞാനെന്നാണ് ഉത്തരം പറയുന്നത്. അപ്പൊ ഇവിടെ മൊത്തമായിട്ടുള്ള ആ അറിവില്ലായ്മയെ, അന്ധകാരത്തെ, അജ്ഞാനത്തെ അതിലിരുന്നു കൊണ്ട് ഞാനെന്ന് സ്ഫുരിക്കുന്നു. അതാണ് ആത്മാ. അറിവത് താൻ അധ നാമരൂപമായും. അതേപോലെ തന്നെ അറിവ് അത് താൻ. ഇതിനെയൊക്കെ അറിയുന്ന ആ അറിവ് അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു? നാമരൂപമായിട്ട്. ഇവിടെ നമ്മൾ ഈ ലോകത്തെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ, നമ്മുടെ ചുറ്റുപാടും നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഓരോ പേര്, നാമം എന്ന് പറഞ്ഞ പേരാണ്. അതേപോലെ രൂപം. ഇപ്പൊ നമ്മൾ ഇന്ന ആളാണെന്ന് പറയുമ്പോൾ നമ്മുടെ രൂപത്തെയും അതിന് നമ്മളൊരു പേരും കൂടി കൊടുത്തിരിക്കണം. ഓരോ ആളുകളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഓരോ പേര് കൊടുത്തിരിക്കുകയാണ്. അന്ധകരണം, ഇന്ദ്രിയങ്ങൾ, പഞ്ചേന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങൾ, അതുപോലെ ഞാൻ കർത്താവാണ്, ഞാൻ എന്നുള്ള ഭാവം, അതേപോലെ ഞാൻ ഇന്ന കർമ്മങ്ങൾ ചെയ്യുന്നു. ഇതൊക്കെ സംഭവിക്കുന്നത് എവിടെയാണ്? ഈ അറിവില്ലായ്മയിൽ നിന്നുകൊണ്ട് തന്നെ. ഈ അറിവിലാണ് ഇത് സംഭവിക്കുന്നത്. ഈ അറിവില്ലായ്മയിൽ അല്ലെങ്കിൽ അജ്ഞാനത്തിൽ ഈ അറിവ് കൊണ്ടാണ് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ചെയ്യുന്നത്, ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഇത് വല്ലാത്ത ഒരു മഹേന്ദ്രജാലം പോലെ, ഒരു ഭയങ്കരമായിട്ട്. ഇപ്പൊ നമ്മളൊരു മജീഷ്യന്റെ അടുത്ത് നിൽക്കുമ്പോ അയാള് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്ത് കാണിക്കും, നമുക്ക് അത്ഭുതം വരും. എന്തുകൊണ്ടാണ്? അയാളുടെ വിൽ പവർ കൊണ്ടാണ് അയാൾ അതൊക്കെ ചെയ്യിക്കുന്നത്. നമുക്കത് തോന്നുന്നതിന് കാരണം അത് തന്നെയാണ്. നമ്മൾക്ക് എപ്പോഴും നമ്മുടെ വിൽ പവർ നല്ല ഇതിൽ നിൽക്കുകയാണെങ്കിൽ ആ മജീഷ്യൻ ചെയ്യുന്നത് അയാൾ കൈയും കാലും അനക്കുന്നതല്ലാതെ നമുക്കൊന്നും കാണാൻ പറ്റില്ല. അതുകൊണ്ട് മജീഷ്യന്മാര് ആരും തന്നെ യോഗികളുടെ മുമ്പിലോ അല്ലെങ്കിൽ അതുപോലെയുള്ള ജ്ഞാനികളുടെ മുമ്പിലോ ഒന്നും ആ ഇന്ദ്രജാല വിദ്യ കാണിക്കാറില്ല. കാരണം കാണിക്കാൻ പറ്റില്ല. അപ്പൊ ഇവിടെ ഇത് ഒക്കെ ഒരു സാധാരണ ഒരു മജീഷ്യന്റെ അപ്പുറത്തേക്ക് ഇതൊക്കെ ഒരു ഇന്ദ്രജാലമായിട്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ആ പരമ്പൊരുളാണ്. അപ്പൊ നമ്മുടെ ഉള്ളിൽ നമുക്ക് എല്ലാത്തിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട്, ഇപ്പോ നമ്മളിങ്ങനെ പുറത്ത് നിൽക്കുന്ന ഒന്നിനെ കുറിച്ച് നമ്മൾ കാണേണ്ട ആവശ്യമില്ല. നമ്മുടെ ഉള്ളിൽ തന്നെ ഓരോരുത്തരുടെയും ഉള്ളിൽ ഞാനെന്ന് പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന, എല്ലാത്തിനെയും പ്രകാശിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ഈ നാമരൂപങ്ങളായിട്ട് നമ്മളെ കാണിച്ചു തരുന്നതും ഇന്ദ്രിയങ്ങള് ഞാൻ കർത്താവാണെന്നും ഞാൻ ചെയ്യുന്ന കർമ്മങ്ങൾ ഇങ്ങനെയാണെന്നും ഒക്കെ നമ്മളിൽ തന്നെ ഇത് നമ്മൾക്ക് കാണാൻ സാധിക്കും. പക്ഷെ ഇതിനെ ഒരു മൊത്തമായിട്ട് എടുക്കുമ്പോഴാണ് വേറെ ആ പരമ്പൊരുളിന്റെ, ആ പരമാത്മാവിന്റെ ആ തലത്തിൽ നമുക്കത് കാണാൻ പറ്റുന്നത്. അപ്പോ നമുക്ക് നമ്മുടെ വ്യക്തി, നമ്മുടെ ഈ ശരീരത്തിനുള്ളിൽ കുടികൊള്ളുന്ന
ആ ചൈതന്യത്തെ നമ്മൾക്ക് തിരിച്ചറിയുവാനായിട്ട് സാധിച്ചാൽ ഈ പ്രപഞ്ചം മുഴുവനും വ്യാപിച്ചു നിൽക്കുന്ന ആ ശക്തിയെ അല്ലെങ്കിൽ ആ പരമ്പൊരുളിനെ, ആ പ്രകാശത്തെ നമുക്ക് തിരിച്ചറിയാൻ എളുപ്പമായിരിക്കും. അപ്പോ അത് അടുത്ത ഒരു ശ്ലോകത്തിലേക്ക് വരും. അപ്പൊ ഇവിടെ നമ്മൾ ഇങ്ങനെ ഇരുളിലിരുന്ന് അറിയുന്നതാകും ആത്മാ അറിവത് താനത നാമരൂപമായും കരണമുടിന്ദ്രിയ കർത്തൃകർമ്മമായും വരുവത് കാണുക. ഇങ്ങനെയൊക്കെ വന്ന് കാണുന്നത് ഒരു മഹേന്ദ്രജാലമായിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത്, അല്ലെങ്കിൽ കാണാനായിട്ട് നമുക്ക് അതിനുള്ള ആ ഒരു ശരിക്കുള്ള ഒരു അവബോധം നമ്മളിൽ ഉണ്ടാകുമ്പോഴാണ് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ശരിക്കുള്ള ആ ഒരു അതിശയം. അപ്പൊ ഇതൊരു നമ്മൾ സ്വപ്നം കാണുന്ന പോലെ, സ്വപ്നത്തിൽ നിന്ന് ഉണർന്നു കഴിയുമ്പോൾ ഓ ഇത് സ്വപ്നമാണല്ലോ, ആയിരുന്നല്ലോ എന്ന് നമുക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾക്ക് ആ വിവേകം വരുന്നത് കൊണ്ടാണ്. നേരെ മറിച്ച് സ്വപ്നത്തിൽ തന്നെയാണ് നമ്മൾ രമിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിലോ നമുക്കത് കാണാൻ പറ്റില്ല. അപ്പൊ ഇത് മഹേന്ദ്രജാലമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നത്, നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയുന്നത് ശരിക്കും ഇത് എന്നിൽ തന്നെയാണ് ഇത് നടക്കുന്നത് എന്നുള്ള ആ സാക്ഷാത്കാരം, റിയലൈസേഷൻ, അവിടെയാണ് റിയലൈസേഷൻ സംഭവിക്കുന്നത്. അപ്പോ ഇങ്ങനെ വിവേകം കൊണ്ടും ശ്രദ്ധ കൊണ്ടും മാത്രമാണ് നമുക്ക് ജ്ഞാനോദയം ഉണ്ടാകുന്നത്. അതല്ലാതെ വെറുതെ നമ്മൾ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്കൊരിക്കലും ആ ജ്ഞാനം ഉണ്ടാകില്ല, സാക്ഷാത്കാരം ഉണ്ടാകില്ല. അപ്പൊ നമ്മുടെ മഹർഷിമാർ അത് അടിവരയിട്ട് പറയുന്നുണ്ട്. വിചാരാത് അന്യസാധനേ തത്വബോധോന ജായതേ. ഉപനിഷത്ത് പറയുന്ന അങ്ങനെയാണ്, വിചാരം ചെയ്യുക, നമ്മൾ ഇതിനെക്കുറിച്ച് വിശകലനം ചെയ്യുക. ഓരോന്നോരോന്ന് നമ്മളിങ്ങനെ എണ്ണി അല്ലെങ്കിൽ നേതി എന്നുള്ള ആ ഒരു രീതിയിലേക്ക് നമ്മളിങ്ങനെ വരുമ്പോൾ എണ്ണി ഒടുക്കാൻ പറ്റാതിരിക്കുന്ന ഒന്ന്, അല്ലെങ്കിൽ ഇതിനെ നാമരൂപങ്ങളായിട്ടും കർത്തൃഭാവത്തില് ഞാൻ കർത്താവാണെന്നുള്ള അഭിമാനത്തോടുകൂടി കാണുമ്പോഴൊക്കെ അതിനെയും പ്രകാശിപ്പിക്കുന്നത് ഇരുളിലിരുന്ന് അറിയുന്ന ആ അറിവ് താൻ തന്നെയാണ് എന്നുള്ള ബോധത്തിലേക്ക് നമ്മൾ ഉണരുക. അതാണ് നമുക്ക് ചെയ്യാനായിട്ടുള്ളത്, ചെയ്യാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഈ മനുഷ്യജന്മം കൊണ്ട് നമ്മൾ അത് സാക്ഷാത്കരിച്ചിട്ട് ഇവിടെ സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി ഇരിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മളുടെ മഹർഷിമാർ പറയുന്നുണ്ട്, ജഡവത് ലോകമാചരേത്. ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് സാക്ഷാത്കരിച്ചിട്ട് മാണ്ഡൂക്യ കാരികയിൽ അത് സൂചിപ്പിക്കുന്നുണ്ട്. അതായത് ഒരു ജഡനെ പോലെ, ഒരു മന്ദബുദ്ധിയെ പോലെ, ഒന്നും അറിയാത്തവനെ പോലെ ഇവിടെ ജീവിക്കുക എന്നാണ്. കാരണം നമ്മൾ ഈ സത്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ തിരുത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ ഈ നാമരൂപങ്ങളിൽ പെട്ടുകിടക്കുന്നവനാണ്. അവനൊരിക്കലും അവനിലെ ആ ഒരു ജിജ്ഞാസ, അവന് അങ്ങനെ ഒരു ഇതിൽ നിന്നൊരു മോചനം വേണമെന്നുള്ള ആ ചിന്തയൊന്നും വന്നിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഒരു അന്വേഷണ ബുദ്ധി ഇല്ലാത്തവനോട് നമ്മൾ ഈ യാഥാർത്ഥ്യത്തെ കുറിച്ച് പറഞ്ഞാൽ അവനത് അംഗീകരിക്കാൻ വിഷമമായിരിക്കും. തന്നെയല്ല നമ്മൾക്ക് എന്തോ മാനസിക വിഭ്രാന്തി ഉണ്ടാകും, അതുകൊണ്ട് എന്ന് വിചാരിച്ച് അവർ നമ്മളെ കളിയാക്കി വിടാം. അതുകൊണ്ടാണ് മഹർഷിമാര് പറയുന്നത്, നമ്മുടെ ഈ ആത്മവിദ്യ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആധ്യാത്മികമായിട്ടുള്ള ഈ അറിവിനെ കുറിച്ച് കൃത്യമായിട്ട് രീതിയിൽ ചോദിച്ചാൽ മാത്രമേ അത് പറഞ്ഞു കൊടുക്കാവൂ എന്ന് ഗീതയൊക്കെ കൃത്യമായിട്ട് നിഷ്കർഷിക്കുന്നുണ്ട്. യോഗ്യത ഇല്ലാത്തവന് അത് പറഞ്ഞു കൊടുത്താൽ അവന് അത് ദുരുപയോഗം ചെയ്യും. അതുകൊണ്ട് ഗീതയിൽ പറയുന്നു, തദ്വിധി പ്രണിപാതേന പരിപ്രശ്നേന സേവയ ഉപദേക്ഷന്തി തേ ജ്ഞാനം ജ്ഞാനിന തത്വദർശിന. അപ്പൊ നിനക്ക് ഈ വിദ്യ ശരിക്കും കരസ്ഥമാക്കണമെങ്കിൽ നീ എന്ത് ചെയ്യണം? ആ തത്വവിത്തുകളായിട്ടുള്ള ഈ സാക്ഷാത്കാരം നേടിയിട്ടുള്ള അവരുടെ അടുത്ത് പോയി അവരുടെ സേവകൾ ചെയ്ത് അവരെ പ്രസന്നനാക്കണം. തദ്വിധി, നീ അത് മനസ്സിലാക്കണം. എങ്ങനെ? ഉപദേക്ഷന്തി തേ ജ്ഞാനം ജ്ഞാനിന തത്വദർശന. അപ്പോ നീ പരിപ്രശ്നേന ശരിയായ രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കുക, അവരെ നമസ്കരിക്കുക, ആ ലാളിത്യം. അപ്പൊ നമ്മൾ ഈ രീതിയിൽ ആ ആചാര്യന്റെ അടുത്ത്, ആ ഗുരുവിന്റെ അടുത്ത് നമ്മൾ പെരുമാറുമ്പോൾ നമ്മുടെ ഈഗോ ഇല്ലാതാകുകയും അങ്ങനെ നമ്മൾ പാകപ്പെട്ടു എന്ന് തോന്നുമ്പോൾ എന്ത് ചെയ്യും? അവര് നമുക്ക് ശരിക്കുള്ള ആ വിദ്യ പകർന്നു തരുമെന്നുള്ളതാണ്.
അത് പറഞ്ഞു തരികയല്ല, അത് പകർന്നു തരികയാണ്. അപ്പോ ആ പകരുന്നത് വേറൊരു പാത്രത്തിലേക്കാണ്. അപ്പൊ ആ പാത്രം ആ രീതിയിൽ ശുദ്ധമായിരിക്കണം. അപ്പോ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ അതിന്റെ പുറകിലുണ്ട്. അപ്പൊ ഇവിടെയും ശ്രീനാരായണ ഗുരുദേവൻ ഈ ആത്മാവിനെ കുറിച്ചുള്ള ഉപദേശങ്ങൾ നൽകുമ്പോൾ നമ്മുടെ ഈ മനസ്സാകുന്ന പാത്രം, ആ മനസ്സിനകത്തുള്ള കാലുഷ്യങ്ങൾ, ഇപ്പൊ നമ്മൾ യോഗ അഭ്യസിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്. നമ്മുടെ മനസ്സിലെ കാലുഷ്യങ്ങളെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ ജീവൻ എത്രയോ ജന്മങ്ങളിലൂടെ ഇങ്ങനെ വരികയാണ്. അത് ഒരുപാട് ആവശ്യമില്ലാത്ത സംഭവങ്ങളെല്ലാം കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനെ ശുദ്ധീകരിക്കുക എന്നുള്ളതാണ് നമ്മുടെ സാധന കൊണ്ട് പരമമായി നമ്മൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ സാധന കൊണ്ട് നമ്മുടെ മനസ്സ്, നമ്മുടെ ഇന്ദ്രിയങ്ങൾ ഒക്കെ ശുദ്ധമാകുമ്പോൾ നമ്മുടെ ഈ വാസനകൾ എന്നേക്കുമായിട്ട് ഇല്ലാതാവുകയാണ്. അങ്ങനെ നമ്മുടെ പാത്രം ശുദ്ധമാകും. ആ ശുദ്ധമാകുന്ന പാത്രത്തിലേക്കാണ് ജ്ഞാനം, ആ ജ്ഞാനഗംഗ ആചാര്യൻ അല്ലെങ്കിൽ ഗുരു പകർന്നു തരുന്നത്. അപ്പൊ അതിനകത്ത് നമുക്ക് ലാളിത്യം ഉണ്ടാകും. നമ്മളുടെ ആ ഒരു കൃതകൃത്യത നമുക്കറിയാൻ പറ്റും. നമ്മൾക്ക് പിന്നെ അതിനുവേണ്ടി വേറെ എങ്ങും ഓടേണ്ട ആവശ്യമില്ല. ഇപ്പോ എല്ലാവരും ഓടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഈ നാമരൂപങ്ങളിൽ, ഇന്ദ്രിയങ്ങളുടെ ദാസ്യത്തിൽ, ഞാൻ എന്ന ഭാവത്തിൽ, ഞാൻ ഇന്നത് ചെയ്യുന്നു എന്നുള്ള, അങ്ങനെ പല രീതിയിൽ നമ്മളിങ്ങനെ ഇതെല്ലാം ഒരു മഹേന്ദ്രജാലമാണ് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലേക്ക് മായ നമ്മളെ ഈ ജീവനെ പിടികൂടിയിരിക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും ആ മായയെ മാറ്റുക എന്നുള്ളത് നമ്മളുടെ എല്ലാവരുടെയും ആവശ്യമാണ്. ജിജ്ഞാസുകളായിട്ടുള്ള എല്ലാവരുടെയും ആവശ്യമാണ്. തീർച്ചയായിട്ടും ആ രീതിയിലേക്ക് നമുക്ക് കടന്ന് പോകണം. ഈ ശരീരം വിട്ടുപോകുന്നതിന് മുമ്പ് തന്നെ ഇതിൽ നമുക്കൊരു ഉറപ്പ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റണം. അപ്പൊ ഓരോരുത്തരും ഓരോ തലത്തിലാണ്, അറിയാം. പക്ഷെ എങ്കിൽ പോലും അവനവന്റെ തലം ഏതാണെന്ന് ഇങ്ങനെയുള്ള നമ്മുടെ സത്സംഗത്തിലൂടെ, നമ്മുടെ ജ്ഞാനത്തിലൂടെ നമുക്ക് തിരിച്ചറിഞ്ഞ് അവിടെ നിന്ന് നമ്മൾക്ക് മുന്നോട്ട് എളുപ്പത്തിൽ പോകാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പൊ ആ രീതിയിലേക്ക് നമ്മൾ കാര്യങ്ങളെ കാണുക. അതുകൊണ്ട് ഈ അജ്ഞാനത്തിൽ ഇരുന്നു കൊണ്ട് ഇതിനെല്ലാം ആരാണോ പ്രകാശിപ്പിക്കുന്നത്, അത് തന്നെയാണ് നമ്മുടെ യഥാർത്ഥത്തിലുള്ള ആ സ്വരൂപം, ആത്മാ എന്ന് മനസ്സിലാക്കി നമുക്ക് മുന്നോട്ട് പോകാം. അടുത്ത ശ്ലോകത്തിലേക്ക് നമ്മൾ വരുമ്പോൾ കുറച്ചുകൂടി ഗുരു ആ ഒരു തെളിച്ചത്തിലേക്ക് നമ്മളെ കൈപിടിച്ച് ഉയർത്തുകയാണ്. എങ്ങനെയാണ്? അടിമുടി അറ്റടി തൊട്ട് മൗലിയന്തം സ്ഫുടമറിയുന്നത് തുര്യബോധമാകും. ജഡമറിവിയിലത് ചിന്ത ചെയ്ത് ചൊല്ലുന്ന ഇടയിലിരുന്നറിവല്ല അറിഞ്ഞിടേണം. അപ്പോ അടിമുടി അറ്റ്, അതായത് അടി മുതൽ അങ്ങ് അറ്റം വരെ, മുടി വരെ, തല വരെ എന്ന് പറയണം. അടി തുടങ്ങി തല വരെ, അങ്ങ് മുകളറ്റം വരെ ഇല്ലാതെ, അതായത് അടിയും മുടിയും അല്ലാതെ, അതാണ് അടിമുടി അറ്റ് ഇല്ലാതായി തീർന്നു പോകുന്ന. അടി തൊട്ട് മൗലിയന്തം, അതേപോലെ തന്നെ ഈ അടി തുടങ്ങി തലയറ്റം വരെയും സ്ഫുടമറിയുന്നത്, വ്യക്തമായി അറിയുന്നത് എന്താണ്? തുര്യബോധമാകും. തുര്യബോധം എന്ന് പറയാം. പിന്നെയോ ജഡമറിവിയില്ല. അവിടെ ജഡത്തിന് അതറിയാൻ പറ്റില്ല, അതിനെ അറിയാൻ പറ്റില്ല. അത് ചിന്ത ചെയ്ത് ചൊല്ലുന്ന. അപ്പൊ നമ്മൾ ഈ അറിവിനെ, തുര്യബോധത്തെ എന്താണ് സാധാരണഗതിയിൽ ചിന്തിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന, അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുന്ന, അതിൻ്റെയും ഇടയിലിരുന്ന അറിവല്ല, ആ ഇടയിൽപ്പെടുന്ന, ഇങ്ങനെ നമ്മൾ പറഞ്ഞു കൊടുക്കാനും ചിന്ത ചെയ്ത് എത്താവുന്നതിൻ്റെയും ഇടയ്ക്ക് ഇരുന്ന് അറിയുന്ന, അല്ലെങ്കിൽ ആ അറിവല്ല അറിഞ്ഞിരിയണം. അപ്പോ
ഇത് വ്യക്തമായിട്ട് തിരിച്ചറിയണമെന്നാണ് പറയുന്നത്. അതായത് ഈ തുര്യബോധം പലപ്പോഴും നമ്മളെ 99% ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒന്നാണ്. നമ്മുടെ യോഗ ശാസ്ത്രത്തില് അത് സൂചിപ്പിക്കുന്നുണ്ട്. മാണ്ഡുക്യ ഉപനിഷത്തില് ഓങ്കാരത്തെ കുറിച്ച് പറയുന്നിടത്താണ് അത് വിശദമായിട്ട് വരുന്നത്. ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി, തുര്യം, ഇങ്ങനെയാണ്. അപ്പൊ അകാരം, ഉകാരം, മകാരം, അമാത്ര, ഈ ഓങ്കാരത്തിനെ വിശദമായിട്ട് വിശദീകരിക്കുന്ന ആ തലത്തില് ഏറ്റവും അവസാനമായിട്ട് എത്തപ്പെടേണ്ടത് തുര്യത്തിലാണ് എന്ന് ആളുകള് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ശരിക്കുള്ള അറിവല്ല, അല്ലെങ്കിൽ ആ പറഞ്ഞു വെച്ചിരിക്കുന്നത് കുറച്ച് തെറ്റായിട്ട് ഉള്ളതാണ് എന്ന് നമ്മൾ ഇവിടെ മനസ്സിലാക്കണം. അതായത് തുരീയ ബോധം എന്ന് പറയുന്നത് ഒരു അവസ്ഥയല്ല. ഇപ്പൊ ജാഗ്രത അവസ്ഥയാണ്, സ്വപ്നം അവസ്ഥയാണ്, സുഷുപ്തി അവസ്ഥയല്ല. അപ്പൊ നമ്മുടെ വിചാരം ഇത് മൂന്നും ഓരോ അവസ്ഥകളാണെന്നാണ്. അപ്പൊ എന്തുകൊണ്ട് അവസ്ഥയല്ല എന്ന് നമ്മൾ ശരിക്കും ഓങ്കാരത്തിന്റെ ആ വിശദമായിട്ട് മാണ്ഡുക്യകാരിയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അത് പഠിക്കേണ്ടതാണ്. എങ്കിലും ചെറിയൊരു സൂചന ഞാൻ ഇവിടെ തരാം. അതായത് ജാഗ്രത എന്ന് പറയുന്നത് നമ്മൾ ഉണർന്നിരിക്കുന്ന അവസ്ഥയാണ്. അത് ഓങ്കാരത്തിന്റെ അമാത്ര, അകാരം എന്ന് പറയുന്നത് ഈ ജാഗ്രത അവസ്ഥയാണ്. ഇനി അപ്പൊ നമ്മൾ ഉണർന്നിരിക്കുന്ന, നമ്മൾ കുറച്ച് മുൻപ് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞ ഈ നാമരൂപങ്ങളെല്ലാം, ഇതെല്ലാം സംഭവിക്കുന്നത് അവിടെ തന്നെയാണ്. അപ്പോ ഈ ജാഗ്രത അവസ്ഥ മാറിക്കൊണ്ടിരിക്കുന്നതാണ്. ഓരോ നിമിഷവും അത് മാറുന്നതാണ്. നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു, നമ്മൾ കാണുന്നു, നമ്മൾ കേൾക്കുന്നു, നമ്മുടെ ഈ അനുഭവങ്ങളെല്ലാം, ഇതെല്ലാം ജാഗ്രത അവസ്ഥയിലാണ്. എല്ലാവർക്കും അനുഭവമുള്ള ഒരു സംഭവമാണ്. ഇതേപോലെ തന്നെയാണ് സ്വപ്നവും. എല്ലാവർക്കും ഉണ്ട്, സ്വപ്നം കാണാത്ത ആരുമില്ല. പക്ഷേ ജാഗ്രതും സ്വപ്നവും ഒന്നാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റണമെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള നിരീക്ഷണം നടത്തണം. അപ്പൊ മഹർഷി ഈ ഓങ്കാരത്തിന്റെ കാര്യങ്ങളെ വിശദീകരിക്കുമ്പോൾ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഈ സ്വപ്നം ഒരാൾ കാണുമ്പോൾ അവിടെ 24 മണിക്കൂറും അയാൾക്കുണ്ട്. പക്ഷെ സ്വപ്നം കഴിഞ്ഞ് ഉണർന്ന് വരുമ്പോൾ അയാൾ പറയുന്നു, ഞാൻ വളരെ കുറച്ച് സമയമല്ലേ ഉറങ്ങിയുള്ളൂ, അവിടെ 24 മണിക്കൂർ ഇല്ലായിരുന്നു. അപ്പൊ ഇങ്ങനെ ഒരു കണക്കൂടൽ സംഭവിക്കുന്നത് ഈ ജാഗ്രത അവസ്ഥയിലെ മനസ്സാണ്. സ്വപ്നം കണ്ടുകൊണ്ടിരുന്ന സമയത്ത് അയാളെ സംബന്ധിച്ചിടത്തോളം അവിടെ 24 മണിക്കൂറും ഉണ്ട് എന്ന് ഈ മനസ്സ് തിരിച്ചറിയുന്നില്ല. അപ്പൊ ജാഗ്രതത്തിലെ മനസ്സ് വെച്ചല്ല സ്വപ്നത്തിലെ മനസ്സിനെ നമ്മൾ അവിടുത്തെ അവസ്ഥയെ മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടത്. അപ്പൊ പലപ്പോഴും ആ ഒരു വിവേകം, ആ ഒരു വിശകലനം സാധാരണ ആരെങ്കിലും ഒരു ആചാര്യൻ, ഒരു ഗുരു പറഞ്ഞു തരുമ്പോഴാണ് നമുക്കത് മനസ്സിലാകുന്നത്. അതുവരെ അത് സ്വാഭാവികമായിട്ട് എന്തോ ആയിരുന്നു. ചിലപ്പോൾ നമ്മൾ പേടിക്കും സ്വപ്നം കണ്ട്, ചില നമുക്ക് ഇഷ്ടമുള്ള സ്വപ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ സ്വപ്നത്തിൽ ചിലപ്പോൾ സ്വപ്നം കാണാം. അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. അപ്പൊ നമ്മൾക്ക് അതൊന്നും അല്ല നമ്മുടെ വിഷയം. ഈ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവിടെ 24 മണിക്കൂർ ഉണ്ടായിരുന്നു. നമ്മളവിടെ ഭക്ഷണം കഴിക്കുന്നുണ്ട്, അതുപോലെ നമ്മൾ ചില വണ്ടി ഡ്രൈവ് ചെയ്യുന്നുണ്ടാവാം, നമ്മൾ അവിടെ വേദാന്ത ചർച്ചകൾ ഉണ്ടാകാം, അവിടെ യോഗ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവാം, ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെ തന്നെ അവിടെ നടക്കുന്നുണ്ടാവും. അപ്പോൾ അവിടെ 24 മണിക്കൂർ ഇല്ലെങ്കിൽ അത് സംഭവിക്കില്ല. ഇവിടത്തെ പോലെ തന്നെ ഇതേ സ്പീഡിലാണ്. പലരും പറയുന്നത് അവിടെ സ്പീഡ് കൂടുതലായിരുന്നു. അത് ഈ മനസ്സ് പറയുന്നതല്ലേ. അപ്പോ അവിടെ അങ്ങനെ ആ സ്വപ്നത്തെ നമ്മൾ കൃത്യമായിട്ട് വിശകലനം ചെയ്തേ പറ്റൂ. ഒരു ആത്മാന്വേഷകനാണെങ്കിൽ, സത്യാന്വേഷകനാണെങ്കിൽ ഈ നമുക്ക് ഈ സംസാര ദുഃഖത്തെ, ഇവിടത്തെ ഈ ആത്യന്തികമായിട്ട് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുഃഖത്തെ നമുക്ക് ഇല്ലായ്മ ചെയ്യണമെങ്കിൽ ഇതിനെ അനലൈസ് ചെയ്തേ പറ്റൂ. അതുകൊണ്ട് ഈ ജാഗ്രതത്തിനെയും സ്വപ്നത്തെയും കൃത്യമായി വിശകലനം ചെയ്ത്
നമ്മളത് മനസ്സിലാക്കുക. അങ്ങനെ വരുമ്പോൾ ഇവിടെ എന്താ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? ഇത് രണ്ടും മാറിക്കൊണ്ടിരിക്കുന്നതാണ് അവസ്ഥകൾ. ദൃശ്യമെന്ന് തന്നെയാണ് അതിന് പറയുന്നത്. സ്വപ്നവും ജാഗ്രതും ദൃശ്യമാണ്. ആരുടെ? മറ്റൊരാളുടെ അല്ല, അവനവന്റെ ദൃശ്യമാണ്, എന്റെ ദൃശ്യമാണ്. നമ്മൾ പറയുന്നതാണ് എന്റെ ദൃശ്യമാണ്, ഞാനാണത് കണ്ടത്. ഞാൻ എന്ന് പറയുന്നത് അവിടെ നമ്മൾ മുൻപ് പറഞ്ഞ പോലെ ഒരു ഈഗോ, ഞാൻ കർത്താവ് എന്ന് പറയുന്ന ഒരു ചെറിയ കാലദേശങ്ങളുടെ ഉള്ളിൽ നിൽക്കുന്ന ഒരു ഈഗോനെ, ഒരു എന്നെ കുറിച്ചാണ് നമ്മളത് പറയുന്നത്, എന്റെ ദൃശ്യം. പക്ഷെ ആ ഞാനാണ് ഇതെല്ലാം ഉണ്ടാക്കി കാണിച്ചത് എന്ന് നമ്മൾ മറന്നുപോകും. നമ്മൾ അവിടെ വിശദീകരിക്കാനായിട്ട് അല്ലെങ്കിൽ വിശകലനം ചെയ്ത് മനസ്സിലാക്കുന്നില്ല. ഇതിനെല്ലാത്തിനെയും ഒരു മഹേന്ദ്രജാലമായിട്ട് നമ്മളിത് കാണുമ്പോൾ ഈ എല്ലാത്തിനും സാക്ഷിയായിരിക്കുന്ന ആ ചൈതന്യമാണ് ഇത് ഇങ്ങനെ കാണിച്ചത്, എന്റെ ദൃശ്യമായിട്ട് ഞാൻ കാണുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റണം. അപ്പോ ഇത് രണ്ടും എന്റെ ദൃശ്യമാണ്. അവിടെ ഞാൻ വ്യത്യസ്തനല്ല. ജാഗ്രത അവസ്ഥയിലെ ഞാനും സ്വപ്നത്തിലെ ഞാനും ഒന്ന് തന്നെയാണ്. ഇവിടെ എന്താണ്? ദൃശ്യം മാത്രം. ദൃക്കുണ്ട്. ഈ ഞാനെന്ന് പറയുന്നത് ദൃക്കാണ്. ആ ദൃക്കിന്റെ ദൃശ്യമായിട്ടാണ് ഈ കാഴ്ചകളെല്ലാം കാണുന്നത്. ഇനി അത് ഉകാരം. ഉകാരം എന്ന് പറയുന്നതോ അതാണ് സുഷുപ്തി, ഗാഠനിദ്ര എന്ന് പറയും. അത് ഇരുട്ടല്ല, മറിച്ച് അവിടെ നമുക്ക് എന്താണ് സംഭവിക്കുന്നത്? അവിടെ ദൃശ്യമില്ല എന്ന് മാത്രമേ ഉള്ളൂ. ആ ഗാഠനിദ്രയിൽ ദൃശ്യമില്ല, ദൃക്കുണ്ട്. പക്ഷേ ഇവിടെ ഈ വിശകലനം ചെയ്ത് ഇത് അറിയാത്തത് കൊണ്ട് അതൊരു അവസ്ഥയായിട്ട് കാണുകയാണ്. ഓരോരുത്തരും അങ്ങനെയാ കാണുന്നത്. അപ്പൊ നമ്മൾ ചോദിക്കുന്നു, എങ്ങനെയുണ്ടായിരുന്നു ഉറക്കം? സൂപ്പറായിരുന്നു, ഒന്നും അറിഞ്ഞില്ല. അപ്പൊ രണ്ട് കോൺട്രഡിക്റ്റീവ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അവിടെ വരുന്നത്. ഞാൻ സുഖമായി ഉറങ്ങിയെന്നും ഒന്നും അറിഞ്ഞില്ല എന്നും. അപ്പൊ ഞാൻ സുഖമായി ഉറങ്ങി എന്ന് പറയണമെങ്കിൽ ഈ മനസ്സ് അവിടെ ഉണ്ടാകണം. അവിടെ മനസ്സില്ല. ഇല്ലാത്ത മനസ്സ് എങ്ങനെയാണ് സുഖമായി ഉറങ്ങി എന്ന് പറയുന്നത്? അപ്പൊ അതൊരു കള്ളത്തരമാണ്, പക്ഷെ നമ്മുടെ അനുഭവമാണ്. അപ്പൊ സുഖ സ്വരൂപം എവിടെയാണോ മനസ്സ് പൂർണ്ണമായിട്ടും ഇല്ലാതെ ഇരിക്കുന്നത്, അവിടെയാണ് നമ്മൾ സുഖമായി ആ സുഖം അനുഭവിക്കുന്നത്. കാലദേശാധിവർത്തിയായ സുഖം നമുക്ക് അനുഭവപ്പെടുന്നത് അവിടെയാണ്. അപ്പൊ ചിലർ ചോദിക്കാം, അങ്ങനെയാണെങ്കിൽ കിടന്നുറങ്ങിയാൽ പോരെ എന്ന് ചോദിക്കാം. അങ്ങനെയല്ല. ആ സുഷുപ്തി അവസ്ഥയിൽ അവിടെ മറ്റു യാതൊന്നുമില്ലാതെ എല്ലാത്തിനെയും സാക്ഷിയായിട്ട് നിന്നിരുന്നത് ആ പരമ്പൊരുളാണ്, പരമാത്മാവാണ് എന്ന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ടാണ് മഹർഷി അത് പറയുന്നത്. അപ്പോ അത് ഛാന്തോക്യ ഉപനിഷത്തില് അത് പറയുന്നുണ്ട്. ഈ ബ്രഹ്മവിദ്യ, ആത്മവിദ്യ, തത്വമസി ഉപദേശിക്കുന്നത് അവിടെയാണ്. അത് നീ തന്നെയാണ്, തത്വമസി. അപ്പൊ അങ്ങനെ ഉപനിഷത്ത്, ഛാന്തോക്യ ഉപനിഷത്ത് അതുപോലെ മാണ്ഡുക്യ ഉപനിഷത്ത്, ഈ രണ്ട് ഉപനിഷത്തുകളിലാണ് ഇങ്ങനെ കൃത്യമായിട്ട് അത് സൂചിപ്പിക്കുന്നത്. പക്ഷെ മാണ്ഡുക്യ ഉപനിഷത്തില് ഒരു തുര്യത്തെ കൂടി പറയുകയാണ്. അതാണ് ഇവിടെ ഗുരു പറയുന്ന തുര്യബോധം. ആ തുര്യബോധം എന്നാണ് പറയുന്നത്, തുര്യ അവസ്ഥയല്ലാതെ. അതെങ്ങനെയാണ്? അടിമുടി അറ്റടി തൊട്ട് മൗലിയന്തം. ഈ അടിമുടി അറ്റ്, ഈ അടിയും മുടിയും അറ്റ്, അതേപോലെ അടി തൊട്ട് മൗലിയന്തം, അതുപോലെ അടി തുടങ്ങി മൗലി വരെ, ഇതിന് എല്ലാം ചേർത്ത് അന്തം സ്ഫുടമറിയുന്നത്, അവിടെ സ്ഫുടമായിട്ട് കൃത്യമായിട്ട് അറിയുന്നത് ഏതോ അതാണ് ആ തുര്യബോധം എന്ന് പറയുന്നത്. അല്ലാതെ ഒരു അവസ്ഥയല്ല. അതൊരു അവസ്ഥയാണെന്ന് നമ്മൾ അങ്ങനെ അംഗീകരിച്ചു പോയാലോ, അല്ലെങ്കിൽ അതാണെന്ന് വിചാരിച്ചു പോയാലോ, അത് പിന്നെയും ഒരവസ്ഥ നമ്മൾ കണ്ടെത്തേണ്ടി വരും, അതിനെയും അറിയാൻ വേണ്ടി. അപ്പൊ അനവസ്ഥാദോഷം എന്ന് പറയും. അതുകൊണ്ടാണ് ഇവിടെ കൃത്യമായിട്ട് ഇതിനെ സ്ഫുടമായിട്ട്, ഇത് അടിമുടി അറ്റ് അടി തൊട്ട് മൗലിയന്തം സ്ഫുടമറിയുന്നത്, ഇങ്ങനെ സമഗ്രമായിട്ട് ഈ ജാഗ്രത സ്വപ്ന സുഷുപ്തി
ഇതിനെ സമഗ്രമായിട്ട് അറിയുന്നത്, ഇതെല്ലാം ഞാൻ തന്നെയാണ് എന്നുള്ള ആ ഒരു അറിവ് ആണ് ശരിക്കുള്ള തുരീയ അവസ്ഥ എന്ന്. നമുക്ക് തൽക്കാലം അവസ്ഥ എന്ന് തന്നെ പറഞ്ഞാലേ മനസ്സിലാകുള്ളൂ എങ്കിൽ അത് തുരീയ അവസ്ഥ എന്ന് നമുക്ക് പറയുന്നത്. അപ്പൊ അതൊരു അവബോധമാണ്. ഇതിനെ സ്ഫുടമായിട്ട് അറിയുക, ആ പരിപൂർണമായിട്ടുള്ള അറിവ് അവിടെ സംഭവിച്ചില്ല എങ്കിൽ വീണ്ടും ഞാൻ വേറെയാണ്, ഈ പ്രപഞ്ചം വേറെയാണ്, ഞാൻ എന്തെങ്കിലും പോയി ഇതിൽ ലയിക്കണം എന്നൊക്കെയുള്ള ചില തെറ്റായിട്ട്, എത്രയോ ജന്മങ്ങളായി നമ്മൾ തെറ്റായിട്ട് നമ്മൾ ധരിച്ചിരിക്കുന്ന അറിവ് പിന്നെയും തുടർന്നു പോകും. അതുകൊണ്ടാണ് ഉപനിഷത്തിലെ മഹർഷിമാർ യാതൊരു സംശയത്തിനും ഇടവരാത്ത രീതിയിൽ പറയുന്നു, അത് നീ തന്നെയാണ്. കാരണം ഏതൊന്നിൽ നിന്നാണോ ഇതെല്ലാം ഉണ്ടാകുന്നത്, ഈ പ്രപഞ്ചം അത് ഒരിക്കലും മാറാത്ത, എല്ലാത്തിനും സാക്ഷിയായിട്ട് വർത്തിക്കുന്ന നമ്മുടെ ഓരോ ശരീരത്തിലും ഞാനെന്ന് ഭാസിച്ചു കൊണ്ടിരിക്കുന്നത് ആ പരമ്പൊരുളാണ് എന്ന് അവർ ചൂണ്ടിക്കാണിക്കുകയാണ്. അപ്പോ അത് മനസ്സിലാക്കുമ്പോഴോ നമ്മളത് കൃത്യമായിട്ട് മുൻപ് സൂചിപ്പിച്ച പോലെ പക്വമായിട്ടുള്ള പാത്രമാണെങ്കിലോ, ഈ ദാനം കൊടുക്കുന്നത് അറിഞ്ഞ് ദാനം കൊടുക്കാൻ പറയും, പാത്രം അറിഞ്ഞ് ദാനം കൊടുക്കാനാ പറയുന്നത്. അപ്പൊ ഭൗതികമായിട്ടുള്ള ഒരു ദാനം നമ്മൾ കൊടുക്കുമ്പോഴും ആ പാത്രം അറിഞ്ഞ് അർഹിക്കുന്നവനെ കൊടുക്കാവൂ. ഇന്ന് നമ്മളുടെ ഇടയിൽ അങ്ങനെയല്ല. നമ്മൾ റേഷൻ കാർഡിലും അതുപോലെ എവിടെയൊക്കെയാണ് ഫ്രീ ഉള്ളത്, നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ടെങ്കിലും ആ ഫ്രീ വാങ്ങിക്കാനുള്ള ടെൻഡൻസിയാണ് നമുക്ക് നിൽക്കുന്നത്. അത് അർഹതപ്പെട്ടതല്ല. നമുക്ക് അർഹതപ്പെടാത്തത് നമ്മൾ സ്വീകരിക്കാൻ പാടില്ല, നമുക്ക് ആവശ്യമില്ല. അപ്പൊ നമ്മൾ അത് സ്വീകരിക്കുമ്പോഴാണ് സംഭവിക്കുന്നത് എന്താണ്? അർഹതപ്പെട്ടവന് അത് ലഭിക്കാതെ പോകുന്നു. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലായാലും നമ്മുടെ ഭാരതത്തിൽ മൊത്തം നോക്കുമ്പോൾ ഈ ഒരു ടെൻഡൻസി നമുക്ക് കാണാൻ പറ്റും. ഗവൺമെന്റ് എന്ത് ഫ്രീ കൊടുത്താലും അവന് കോടീശ്വരനാണെങ്കിലും അവനും അത് വാങ്ങിക്കും. അപ്പോ അവന് വേണ്ടിയിട്ടല്ല അത് പറഞ്ഞിരിക്കുന്നത്. ആ പാത്രം അറിഞ്ഞ് കൊടുക്കുന്നവൻ പാത്രം അറിഞ്ഞു കൊടുക്കണമെന്നാണ്. പക്ഷെ നമ്മുടെ രാഷ്ട്രീയക്കാരെ എന്ത് ചെയ്യുന്നത്? അവർക്ക് വോട്ട് വേണമുള്ള എന്നുള്ളത് കൊണ്ട് ഈ അർഹതയുള്ളവനും ഇല്ലാത്തവനും ഒക്കെ കൊടുക്കും. അപ്പൊ ഇവിടെയും നമ്മുടെ ആധ്യാത്മിക ലോകത്ത് സംഭവിച്ചിരിക്കുന്നത് എന്താണ്? നമ്മുടെ പാത്രം പരിശുദ്ധമാകാതെ ഈ അറിവ് പകർന്നു പോവുകയാണ്. അത് പകരുന്നതല്ല. അപ്പൊ അതിനകത്ത് ഒരുപാട് പാളിച്ചകൾ വരും. ആ പക്വത ഇല്ലാതെ പോവുകയാണ്. അപ്പൊ അതുകൊണ്ട് ഈ വിദ്യക്ക് ആ നിറവില്ലാതെ പോകും. അപ്പൊ ഈ തുരീയമായിട്ടുള്ള ബോധത്തെ നമ്മൾക്ക് ശരിയായ രീതിയിൽ അത് തിരിച്ചറിയാൻ പറ്റാതെ പോവുകയാണ്. എന്തുകൊണ്ട്? നമ്മുടെ മനസ്സിനെ, നമ്മുടെ ഇന്ദ്രിയങ്ങളെ നമ്മൾ പാകപ്പെടുത്തുന്നില്ല, അതിനെ നിയന്ത്രിക്കുന്നില്ല. അതിനെ അടിച്ചമർത്തുക എന്നുള്ളതല്ല, മറിച്ച് ഓരോന്നിനെയും നമ്മൾ കൃത്യമായിട്ട് കാമ, ക്രോധ, ലോഭ, മോഹ, മതമാത്സര്യാദികളെ കൃത്യമായിട്ട് മനസ്സിലാക്കി അത് എവിടെയാണ് പ്രവർത്തിക്കുന്നത്, എന്തിനു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്, അതിനെ നമ്മൾ മനസ്സിലാക്കി മാറ്റുക എന്നുള്ളതാണ്. അടിച്ചമർത്താൻ പോയാൽ അത് അതിശക്തമായ രീതിയിൽ വീണ്ടും തിരിച്ചു വരും. അപ്പോ അങ്ങനെ വരാൻ പാടില്ല. അതുകൊണ്ടാണ് ഈ ജാഗ്രതത്തിനെയും സ്വപ്നത്തെയും, അപ്പൊ അടിമുടി അറ്റ് അടി തൊട്ട് എന്നൊക്കെ പറയുന്നത് ഈ ജാഗ്രതത്തിനെയും സ്വപ്നത്തെയും അങ്ങ് അറ്റം തുടങ്ങി ഈ അറ്റം വരെ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ശരിക്കും തിരിച്ചറിയുക, അതിന്റെ പരിമിതികളെ തിരിച്ചറിയുക. അപ്പോ അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ഈ തുല്യ ബോധം നമുക്ക് ഉണ്ടാകുന്നത്. അത് നമ്മൾ സംഭവിക്കേണ്ടതാണ്. ഒരു താമര വിരിയുന്ന പോലെ, അല്ലെങ്കിൽ ഒരു റോസാ പുഷ്പം വിരിയുന്ന പോലെ അത് സ്വാഭാവികമായിട്ട് വിരിഞ്ഞു വരേണ്ടതാണ്. അതിനെ നമുക്ക് ആർട്ടിഫിഷ്യലായിട്ട് സമയം പെട്ടെന്ന് നമുക്ക് വേണമെന്ന് വെച്ചാൽ നടക്കുന്ന ഒരു കാര്യമല്ല. അപ്പൊ അവിടെ നാച്ചുറാലിറ്റി നഷ്ടപ്പെടുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മുടെ ഹൃദയത്തിൽ അത് വിരിഞ്ഞു വരേണ്ടതാണ്, ആ തുര്യ ബോധം. അത് നന്നായിട്ട് നമ്മൾ ധ്യാനത്തിലൂടെയും നമ്മുടെ ഓരോ ദിവസത്തെ ധ്യാനവും അതുപോലെ നമ്മുടെ പ്രാണായാമവും നമ്മുടെ അറിവും എല്ലാം നമ്മുടെ ഇതിനെയൊക്കെ നമ്മൾ അതിൻ്റെ ഒരു രീതിയിലേക്ക് നമ്മൾ കൊണ്ടുവരുമ്പോൾ അത് സംഭവിക്കും. അത് നമ്മൾ അതിന്
വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോ നമ്മുടെ വീടിന്റെ ജനലും വാതിലും ഒക്കെ നമ്മൾ തുറന്നിട്ടാൽ സ്വാഭാവികമായിട്ട് വരുന്ന മന്ദമാരുതൻ അത് കടന്നു വരും. നേരെ മറിച്ച് അത് അടച്ചിട്ടാലോ, അത് ഇന്ന സമയത്ത് വരുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അടച്ചിട്ട് കഴിഞ്ഞാൽ അത് വരില്ല. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഹൃദയം ആ രീതിയിൽ നമ്മൾ സജ്ജമാക്കി വെക്കുക എന്നുള്ളതാണ്. എങ്ങനെ? ഈ എല്ലാത്തിനെയും, നമ്മുടെ മനോവൃത്തികളെ, നമ്മുടെ വാസനകളെ, ഇതിനെല്ലാം നമ്മൾ ക്ലീൻ ചെയ്ത്, ഇപ്പൊ ഡെയിലി നമ്മുടെ ധ്യാനത്തിൽ ഈ ക്ലീനിങ് ആണ് നടക്കേണ്ടത്. അപ്പോ പലപ്പോഴും അങ്ങനെ ഒരു തീവ്രമായിട്ടുള്ള ഒരു ധ്യാനമായിരിക്കില്ല നമ്മൾ നടക്കുക. അപ്പൊ നമുക്ക് ഈ രീതിയിൽ നമ്മുടെ ഹൃദയം ശുദ്ധമാകുമ്പോൾ അത് നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരിലേക്കും അത് നമ്മൾക്ക് പകർന്നു കൊടുക്കാൻ പറ്റും. ഒരു വീണ, 2 വീണകൾ നമ്മൾ ട്യൂണിങ്ങിൽ വെച്ചാൽ ഒരു വീണ മീട്ടിയാൽ അടുത്ത വീണയും അതുപോലെ പാടുമെന്നുള്ളതാണ്. അപ്പോ ഇവിടെ നമ്മളുടെ ഓരോ വ്യക്തികളും അവരവരുടെ ഹൃദയങ്ങൾ ആ രീതിയിലേക്ക് പാകപ്പെടുത്തി വെച്ചാൽ സ്വാഭാവികമായിട്ടുള്ള ആ റിതം എല്ലാവർക്കും ഒരേപോലെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. അപ്പൊ അത് പറയുമ്പോൾ വളരെ എളുപ്പമാണെങ്കിലും അത് പ്രാവർത്തികമാക്കുക എന്നുള്ളത് കുറച്ച് കഠിനമായിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് ആ ഒരു ക്ഷമയും ആ തിദിക്ഷയും അതുപോലെ ആ ഒരു മുൻവിധികളില്ലാതെ ഇതിനെ കാണാനും ആ ഒരു അവബോധം ഒക്കെ കൊണ്ടുവരിക എന്ന് പറയുന്നത് നിരന്തരമായിട്ടുള്ള, അതിനാണ് ഗീതയിലൊക്കെ പറഞ്ഞ അഭ്യാസേനത് കൗന്ദേയ വൈരാഗ്യേണത് ഗൃഹ്യതേ. അപ്പോ നിരന്തരമായിട്ടുള്ള പ്രാക്ടീസ് കൊണ്ട് മാത്രമേ നമുക്കത് സാധ്യമാകുള്ളൂ. ഇപ്പൊ യമനിയമ ആസന പ്രാണായാമാദികളിലൂടെയാണ് നമ്മൾ ആ ധ്യാനത്തിലേക്ക്, നമ്മൾ ആ ഒരു തലത്തിലേക്ക് എത്താനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ ഇവിടെയും ജ്ഞാനമാർഗത്തിലും അതുപോലെ തന്നെയാണ്. അതിന് കുറച്ചുകൂടി നമ്മൾ സൂക്ഷ്മമായിട്ടുള്ള ആ തലം നമ്മൾ ഓപ്പൺ ചെയ്തേ പറ്റൂ. അതുകൊണ്ട് ഗുരു പറയുന്നു, ജഡം അറിവീല. ഇത് ഈ കാര്യം, ഈ ബോധം, ഈ അറിവ്, ഈ തുര്യമായിട്ടുള്ള ബോധം എന്തുണ്ടാവില്ല? ജഡത്തിനറിയാൻ പറ്റില്ല. ജഡം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് യാതൊരു ചൈതന്യവും ഇല്ലാത്തതാണ്. ജഡം അറിവിയില്ല. അത് ചിന്ത ചെയ്ത് ചൊല്ലുന്ന ഇടയിൽ ഇരുന്ന് അറിവ അല്ല. അപ്പൊ ഇനി ചിന്ത ചെയ്ത് ചെല്ലുമ്പോഴോ, ചിന്ത ചെയ്ത് ചൊല്ലുന്ന ഇടം അവിടെയോ അതേപോലെ തന്നെ അത് അങ്ങനെയുള്ള അറിവോ അല്ല എന്ന് അറിഞ്ഞിടണമാണ്. അപ്പോ നമ്മുടെ കാലദേശങ്ങളുടെ ഉള്ളിൽ നമ്മുടെ പരിമിതമായിട്ടുള്ള ബുദ്ധി, നമ്മൾ പലപ്പോഴും വലിയ വലിയ ബുദ്ധിരാക്ഷസന്മാരാണെന്നൊക്കെ പറയുമ്പോഴും അല്ലെങ്കിൽ മറ്റുള്ളവരോട് നമ്മൾ പറയും അവരൊക്കെ എത്രയോ ബുദ്ധിയുള്ളവരാണ്, അപ്പൊ നമുക്ക് അത്രയും ബുദ്ധിയില്ല എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും ഈ പറയുന്ന തുര്യബോധം എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഒരു ബുദ്ധി കൊണ്ടോ അല്ലെങ്കിൽ അത് പറയുന്നത് കൊണ്ടോ നമ്മൾ ചിന്തിച്ച് ചെയ്തുകൊണ്ടോ ഒന്നും നമുക്ക് കിട്ടാൻ പോകുന്ന ഒന്നല്ല എന്നുകൂടി അറിയണമെന്നുള്ള ഒരു വാണിംഗ് ആണ് ഗുരു തരുന്നത്. അപ്പോ എത്രമാത്രം സൂക്ഷ്മത ഈ ആത്മജ്ഞാനത്തിന് ആവശ്യമാണ്. നമ്മൾ എന്തെല്ലാം കാര്യങ്ങളെയാണ് നമ്മൾ മാറ്റി നിർത്തേണ്ടി വരുന്നത്, അല്ലെങ്കിൽ ഈ ഒരു വഴിയിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇതെല്ലാം വഴി മാറി തരും. അപ്പൊ എനിക്ക് ആത്മാവിനെ അനുഭവിക്കണം എന്ന് പറയുന്ന പലരും ആത്മാവിനെ ഈ പരിമിതമായിട്ടുള്ള മനസ്സുകൊണ്ടോ ബുദ്ധി കൊണ്ടോ അറിയാൻ പറ്റില്ല എന്നാണ് ഇന്ന് വരെയുള്ള മഹർഷിമാരുടെ ആ തലത്തിൽ ആ ഒരു ഇതിലേക്ക് എത്തിപ്പെട്ടിട്ടുള്ളവർ പറഞ്ഞിട്ടുള്ളത്. കാരണം വളരെ ലളിതമാണ്. കാലദേശങ്ങളുടെ ഉള്ളിലുള്ള മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും കാലദേശാധിവർത്തിയായ, കാരണം ഈ കാലത്തെ ഇതിനെല്ലാത്തിനെയും സൃഷ്ടിച്ച് നിർത്തുന്ന അതിനെ മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം പരിമിതമായിട്ടുള്ള ഒന്നുകൊണ്ട് അപരിമിതമായിട്ടുള്ള ഒന്നിനെ തിരിച്ചറിയാൻ പറ്റില്ല, അതിനെ അനുഭവിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു സിമ്പിൾ കോമൺ സെൻസ് മാത്രം മതി. അപ്പൊ നമ്മൾ വിചാരിക്കാം അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തിനാ ഇത്ര പെടാപ്പാട് പെടുന്നത്?
പക്ഷെ ഇത് അറിയണമെങ്കിൽ നമ്മൾ ആ തലത്തിലേക്ക് എത്തണം. ഇപ്പോ നല്ല ഉറക്കം കിട്ടാത്തവരുടെ മാനസികാവസ്ഥ നമുക്കറിയാം. ഉറങ്ങിയില്ലെങ്കിൽ അവര് വളരെ അസ്വസ്ഥമാണ്. അവർക്ക് നിറയെ പ്രശ്നങ്ങളുണ്ടാവും. മനസ്സ് അസ്വസ്ഥമാകും, വേവറിങ് ആകും, മറ്റുള്ളവർക്കും കൂടി ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ സൈക്കോളജിസ്റ്റിനെയോ സൈക്കാട്രിസ്റ്റിനെയോ ഒക്കെ പോയി കണ്ട് ഈ ഉറക്ക ഗുളിക കൊടുക്കും. മിക്കവാറും ഡോക്ടർമാർ ചെയ്യുന്നതാണ്. ഈ ബോഡി സിസ്റ്റത്തെ അവര് തളർത്തിയിടുകയാണ്. നമ്മുടെ നെർവസ് സിസ്റ്റം അതിന് ചൂടായിട്ട് ഉറക്കമില്ലാതെ പോകും. ഉറങ്ങാതെ വരുമ്പോൾ അവന്റെ മൊത്തം ബാലൻസ് തെറ്റിപ്പോക്കാണ്. എന്തുകൊണ്ടാണ്? അത് നമ്മുടെ ഈ ഭൗതികമായിട്ടുള്ള ദൃഷ്ടിയിൽ നോക്കുമ്പോൾ ബോഡിയുടെ അല്ലെങ്കിൽ മനസ്സിന്റെ ഒരു പ്രശ്നമാണ്. പക്ഷെ നമ്മുടെ ആധ്യാത്മികമായിട്ട് രീതിയിൽ നോക്കുകയാണെങ്കിലോ, അവൻ ദിവസവും പോകേണ്ടത് അഹരഹർ ഗച്ഛന്തി ബ്രഹ്മലോകം എന്ന് പറയുന്നത് ദിവസവും ഈ ജാഗ്രതയെയും സ്വപ്നത്തെയും ഒക്കെ മാറ്റിവെച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആ ദൃശ്യത്തെ മൊത്തം കട്ട് ഓഫ് ചെയ്തുകൊണ്ട് ആ ദൃക്ക് മാത്രമായിരിക്കുന്ന അവസ്ഥയാണ് ശരിക്കുള്ളത്. അപ്പൊ അവന്റെ ആ സ്വഭാവത്തിൽ, ആ സ്വഭിതിയിൽ, അവന്റെ ശരിയായിട്ടുള്ള അവസ്ഥയിൽ അവൻ ഡെയിലി ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ബാലൻസോട് കൂടി പോകുന്നത്. അപ്പൊ നമ്മളും ബോധപൂർവം ഈ ജാഗ്രത അവസ്ഥയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ മനസ്സിനെ നമ്മൾ ആ ഒരു കോൺഷ്യസ് ആയിട്ട് താൻ ദൃക്കാണ് എന്നുള്ള ആ ഒരു അവബോധം നിലനിർത്തിക്കൊണ്ട് നമ്മൾ പോകുമ്പോഴാണ് നമുക്ക് എല്ലാ സ്ഥലത്തും ആ ഒരു ബാലൻസ് ഉണ്ടാകും. ജ്ഞാനികളായിട്ടുള്ള അല്ലെങ്കിൽ യോഗികളായിട്ടുള്ള അവരെയൊക്കെ നമ്മൾ നിരീക്ഷിക്കുമ്പോൾ അറിയാം, അവര് വ്യവഹാരത്തിലൊക്കെ ഇടപെടുമ്പോഴും അവരുടെ ബാലൻസ് അവർ വിട്ടുപോകുന്നില്ല. എന്തുകൊണ്ടാണ്? ഉള്ളിന്റെ ഉള്ളിൽ അവർക്കറിയാം താൻ ഇതൊന്നുമല്ല, ഈ കാണുന്നതല്ല, യാ നിശ സർവഭൂതാനം എന്നൊക്കെ ഗീത സൂചിപ്പിക്കുന്ന അങ്ങനെയാണ്. അപ്പോ ഈ ഭൗതികവാദികൾക്ക് എവിടെയാണോ പ്രകാശമുള്ളത്, അല്ലെങ്കിൽ അവരെവിടെയാണോ ഉണർന്നിരിക്കുന്നത്, അവിടെ ഈ ജ്ഞാനികൾ അവിടെ അവര് ഉറങ്ങുകയാണ്. എവിടെയാണോ ജ്ഞാനികൾ ഉണർന്നിരിക്കുന്നത്, അവിടെ അജ്ഞാനികൾ അവര് ഉണർന്നിരിക്കുകയാണ്. അപ്പൊ എന്തുകൊണ്ടാണ് അവർക്ക് പറ്റാത്തത്? ഒരിക്കൽ രാമകൃഷ്ണദേവന്റെ അടുത്ത് ഒരു ഭക്തൻ വന്നിട്ട് ഇങ്ങനെ സൂചിപ്പിക്കുകയായിരുന്നു, അങ്ങ് വലിയ ആളാണ്, അങ്ങ് ഭയങ്കര സിദ്ധനാണ്, മഹാത്മാവാണെന്നൊക്കെ പറഞ്ഞ് വളരെ പുകഴ്ത്തുകയാണ്. അപ്പൊ രാമകൃഷ്ണദേവൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, ഞാൻ വലിയ ആളൊന്നുമല്ല, നിങ്ങളാണ് വലിയ ആൾ. കാരണം ചോദിച്ചപ്പോഴാണ് അദ്ദേഹം പറയുകയാണ്, രാമകൃഷ്ണദേവൻ പറഞ്ഞു, ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നിനെ വിട്ടുകൊണ്ട്, നിങ്ങൾ അതിനെ ത്യജിച്ചുകൊണ്ട് മറ്റൊന്നിന്റെ പുറകിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് നിങ്ങളുടെ അത്രയും ത്യാഗമൊന്നും എനിക്കില്ല. അപ്പൊ അദ്ദേഹത്തിന് അത് പിന്നീടാണ് മനസ്സിലായത്, ആ ഭക്തന്. കാരണം ഇവിടെ ഈശ്വരൻ അല്ലെങ്കിൽ ആ പരമ്പൊരുൾ അതിനെ ഉപേക്ഷിച്ചുകൊണ്ട് അല്പമാത്രമായിട്ടുള്ള സുഖത്തിന്റെ പുറകിലേക്ക് മനുഷ്യൻ ഓടുമ്പോൾ അത് അവന്റെ ഈ വാസനയുടെ ബലം കൊണ്ടാണ് അവൻ ഓടുന്നത്. പക്ഷെ അവൻ ഒരിക്കലും അത് മനസ്സിലാക്കി അതിനെ ഇല്ലായ്മ ചെയ്യാനായിട്ടല്ല ശ്രമിക്കുന്നത്. തൽക്കാലം അവൻ എന്ത് ചെയ്യുന്നു? ഓരോ മഹാത്മാക്കളുടെ അടുത്ത് പോയി ഒരു തൽക്കാല രക്ഷ, അവരുടെ അനുഗ്രഹത്തിന് വേണ്ടി പോകുന്നു. അപ്പൊ സ്വയമായിട്ട് നമ്മൾ അത് തിരിച്ചറിയുക, അതിനുവേണ്ടിയുള്ള സാധനങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് വേണ്ടുന്നത്. അപ്പോ ഇവിടെയൊക്കെ അതുകൊണ്ട് തന്നെ നമ്മൾ കൃത്യമായിട്ട് ഇതിനെ ആ ഒരു അവബോധത്തിലേക്ക് നമ്മൾ വരണം, ആ തുര്യ ബോധത്തിലേക്ക് നമ്മൾക്ക് ഉണരാൻ പറ്റണം. അപ്പൊ നമ്മൾ സാധാരണക്കാർക്കും ഇത് സാധ്യമാണ് എന്ന് ഗുരു പറയാണ്, എല്ലാ ഗുരുക്കന്മാരും പറയുന്നുണ്ട്, അസാധ്യമെന്ന് ആരും പറയുന്നില്ല. പക്ഷെ നമുക്ക് വേണ്ടുന്ന കുറച്ച് സമയം, നമുക്ക് കുറച്ച് എനർജി നമ്മൾ ഇതിനു വേണ്ടി വിനിയോഗിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോ അല്ലാതെ ഒരു ഷോർട്ട് കട്ടിൽ വേറെ ആരെങ്കിലും നമുക്ക് ഇതെല്ലാം ചെയ്തു തരുമെന്ന് വിചാരിക്കണ്ട. ഇപ്പോ ആചാര്യന്മാരുടെയോ ഗുരുക്കന്മാരുടെയൊക്കെ അനുഗ്രഹം കൊണ്ട് നമുക്കൊരു ഉണർവുണ്ടാകാം. പക്ഷെ അത് നിലനിർത്തിക്കൊണ്ടു പോകണമെങ്കിൽ അവരവർ ജോലി ചെയ്തേ പറ്റൂ, സാധന അവരവർ കൃത്യമായിട്ട് ചെയ്തേ പറ്റൂ. ആ ഒരു തലത്തിലേക്ക് നമുക്ക് അറിവിന്റെ ആ ഒരു അനന്തമായിട്ടുള്ള ആ ഒരു തലത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചേ പറ്റൂ. ബുദ്ധനും രമണ മഹർഷിയും എല്ലാവരും അങ്ങനെ തന്നെയാണ് നമ്മളോട്, ഈ ലോകത്തോട് പറഞ്ഞിട്ടുള്ളത്.
ദുഃഖമയമായിട്ടുള്ള ഈ ലോകത്ത് നമുക്ക് വേണ്ടുന്ന ശാന്തിയും സമാധാനവും ആത്യന്തികമായിട്ടുള്ള സുഖവും തേടിയുള്ള ഓട്ടമാണ്, അലച്ചിലാണ് എല്ലാവർക്കും ഉള്ളത്. അപ്പൊ അതിന് ഷോർട്ട് കട്ടുകളൊന്നുമില്ല. നമ്മുടെ ഈ തിരക്ക് പിടിച്ച ഇതിനകത്തും ഇതുപോലെയുള്ള അറിവുകൾ നമ്മൾ കളക്ട് ചെയ്ത് അല്ലെങ്കിൽ നമ്മളത് മനസ്സിലാക്കി അത് നമ്മുടേതാക്കി മാറ്റണം. കാരണം നമ്മുടെ ഈ മനസ്സിനെ, ആ പാത്രത്തെ ശുദ്ധമാക്കി വെക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ്. അത് വേറൊരാൾക്ക് അത് ശുദ്ധമാക്കാൻ പറ്റില്ല. വഴി പറഞ്ഞു തരാൻ പറ്റും. ശുദ്ധമാക്കുന്ന പ്രക്രിയ, അതിനാണ് തപസ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഓരോരുത്തരും തപസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരാൾ തപസ് ചെയ്ത് സാക്ഷാത്കാരം നേടിയെങ്കിൽ മറ്റെല്ലാവർക്കും അതിന്റെ കൂടെ ആയി പോകാമായിരുന്നു. നടക്കില്ല. അതുകൊണ്ട് ഈ പ്രക്രിയ അത് ഓരോരുത്തരും ചെയ്യണം. പക്ഷെ അവർക്ക് ചിലപ്പോൾ അവരുടെ പ്രാരബ്ധങ്ങൾ കുറച്ച് കൂടുതലായിരിക്കാം, അവരുടെ വാസനകൾ കുറേയും കൂടി ശക്തമായിരിക്കാം, ഇരുട്ട് അജ്ഞാനം കഠിനമായിരിക്കാം. പക്ഷെ എത്ര കഠിനമാണെങ്കിലും അതിനെ നമുക്ക് ഈ ഒരു അറിവ് ഈ പ്രകാശം അങ്ങോട്ട് അടിക്കാൻ തുടങ്ങുമ്പോൾ അത് പെട്ടെന്ന് ഇല്ലാതാകുമെന്നുള്ളതാണ്. അപ്പൊ അതിനു വേണ്ടുന്ന ഒരു മനസ്സ് ആണ് നമുക്ക് വേണ്ടുന്നത്. അപ്പോൾ മഹാപുരുഷന്മാരുമായിട്ടുള്ള സംശ്രയത്തിൽ, സത്സംഗത്തിലൊക്കെയാണ് നമുക്ക് ഇതിനെക്കുറിച്ചുള്ള ഗൗരവം, ആഴം നമുക്ക് പിടികിട്ടുന്നത്. നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ അതിനകത്തേക്ക് ഒഴുകിയെത്തുകയാണ്. അപ്പോ ശ്രീനാരായണ ഗുരുദേവനെ പോലെയുള്ള ജ്ഞാനികൾ പറയുന്ന വളരെ ലളിതമായിട്ടുള്ള വാക്കുകളിലൂടെ അതിഗഹനമായിട്ടുള്ള ആശയത്തിലേക്ക്, അറിവിലേക്ക്, അനുഭവത്തിലേക്കാണ് നമ്മളെ കൈപിടിച്ച് കൊണ്ടുപോകുന്നതും ഉയർത്തുന്നതും ഉണർത്തുന്നതും. അപ്പൊ അവർ കൈ നമുക്ക് തരുമ്പോൾ നമ്മൾ മുറുകെ പിടിച്ച് നമ്മൾ ഉണർന്ന് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇതിനകത്തൊക്കെ പെട്ട് നമ്മൾ നശിച്ചു പോകും. അതായത് ഈ മനുഷ്യജന്മം നമുക്ക് ലഭിച്ചിരിക്കുന്നത് തന്നെ വളരെ അപൂർവങ്ങളിൽ അപൂർവമായിട്ടാണ്. ഈ മനുഷ്യജന്മം നമുക്ക് കിട്ടി. ഈ മനുഷ്യജന്മത്തിൽ തന്നെ നമുക്ക് മഹാപുരുഷന്മാരുമായിട്ടുള്ള സംശ്രയം നമുക്ക് കിട്ടി. അവരുമായിട്ട് നമുക്ക് സത്സംഗങ്ങൾ കിട്ടി. അവര് അറിവുകൾ നമുക്ക് പറഞ്ഞു തരുന്നു. അതിനെ നമ്മൾ ഉപയോഗപ്പെടുത്താതെ പോകുന്നതാണ് മഹത്തായ നഷ്ടമെന്ന് അവർ തന്നെ നമ്മോട് പറയുകയാണ്. അപ്പോ കിട്ടുന്ന അവസരങ്ങൾ പരമാവധി ഉപയോഗിച്ച് നമ്മൾ അതിനെ സാക്ഷാത്കരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. നമുക്കറിയില്ല അടുത്ത നിമിഷം നമ്മൾ ഈ ശരീരത്തിൽ ഉണ്ടാകുമോ ഇല്ലയോ. ഈ ശരീരം വിട്ടുപോകാം. അത് പ്രായമൊന്നും ഒരു വിഷയമേ അല്ല. ചെറിയ പ്രായമായാലും കുറച്ച് കൂടുതൽ പ്രായമായാലും ഈ മരണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ശരീരത്തിൽ നിന്ന് ജീവൻ വിട്ടുപോകുക എന്ന് പറയുന്നത് അവരവർ ചെയ്ത പ്രാരബ്ധത്തിന്റെ ഗതി അനുസരിച്ചിരിക്കും. അപ്പോൾ അത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. എപ്പോ വേണമെങ്കിലും അത് സംഭവിക്കാം. അതിനെക്കുറിച്ച് നമ്മൾ ദുഃഖിക്കാൻ പാടില്ല. അർജുനോട് പറയുന്നുണ്ട്, അശോച്യാൻ അന്യശോചസ്ത്വം പ്രജ്ഞാ വാദാംശ ഭാഷസേ. അപ്പൊ നീ എവിടെയാണോ ശോചിക്കേണ്ടാത്ത ഇടത്തിൽ ശോചിക്കുന്നത്, എന്നിട്ട് നീ അറിവുള്ളവനെ പോലെ സംസാരിക്കുകയും ചെയ്യാണ്. അതാണ് നിന്റെ അപകടം എന്ന് പറയും. അപ്പം മരണം എന്ന് പറയുന്നത് എപ്പോഴും സത്യമായിട്ടുള്ള ഒന്നാണ്. അത് ഏത് നിമിഷത്തിലും സംഭവിക്കാം. അത് സംഭവിക്കുന്നതിന് മുൻപ്, അതായത് ഈ ശരീരത്തിൽ നിന്ന് ജീവൻ വിട്ടുപോകുന്നതിന് മുമ്പ്, ഈ ജീവന്റെ യഥാർത്ഥത്തിലുള്ള സ്വരൂപത്തെ, അതായത് എൻ്റെ സ്വരൂപത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇവിടെ ഇരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ മരിക്കുന്നില്ല. ഈ ശരീരത്തിൽ ഈ ജീവൻ അല്ലെങ്കിൽ ഈ ചൈതന്യം അത് ഇവിടെ എല്ലാ സ്ഥലത്തും നിറഞ്ഞു നിൽക്കുന്ന ആ പരമ്പൊരുളാണ് എന്നുള്ള അവബോധം നമുക്കുണ്ടാകും. അതാണ് ശരിക്കുള്ള തുരീയ ബോധം. അപ്പോ അതാണ് സ്ഫുടമറിയുന്ന തുര്യബോധം. ആ ബോധത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നതാണ് മഹർഷിമാർ. അപ്പോ അതിലേക്ക് നമുക്ക് കിട്ടിയ അവസരത്തെ പാഴാക്കാതെ പരമാവധി അത് ഉപയോഗിക്കുക എന്നുള്ളതാണ് കരണീയമായിട്ടുള്ളത്. തീർച്ചയായിട്ടും അത് നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ. അപ്പൊ നമുക്ക് ഒരു പ്രാവശ്യം കൂടി ഈ ശ്ലോകം ചൊല്ലിയതിനു ശേഷം ആർക്കെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമുക്കത് സംസാരിക്കാം, ചോദിക്കാം. അടിമുടിയറ്റടി തൊട്ടു മൗലിയന്തം
സ്ഫുടമറിയുന്നതു തുര്യബോധമാകും. ജഡമറിവിലതു ചിന്ത ചെയ്തു ചൊല്ലുന്നിടയിലിരുന്നറിവല്ലറിഞ്ഞിടേണം. ഇനി സംശയമുള്ളവർക്ക് ചോദിക്കാം കേട്ടോ. അറിയും സ്വാമിജി, അയ്യോ, അറിയും. നമ്മൾ ഇപ്പോൾ യോഗയെ പറ്റിയും സ്വാമിജി പറയുന്നു. പിന്നെ നമ്മൾ അദ്വൈതമാണ് മെയിനായിട്ട് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ യോഗ, അഷ്ടാംഗ യോഗയൊക്കെ ദ്വൈതത്തിലാണല്ലോ. അപ്പോൾ ഈ അതെ. ദ്വൈതം നമ്മൾ ഇതെങ്ങനെയാണ് രണ്ടും ചേർത്ത് കൊണ്ടുപോകാൻ പറ്റുന്നത്? എവിടെയാണ് ഇതിൻ്റെ എവിടെങ്കിലും ഇത് എന്താണ് ഒരു കാര്യം പറയുന്നു. ഇപ്പൊ ധ്യാനം തന്നെ, ധ്യാനത്തില് എന്താണ് വ്യത്യാസം? എവിടെങ്കിലും ഒരു വ്യത്യാസം വരുമല്ലോ. എങ്ങനെയാണ് അതിനെ നമുക്ക് ചേർത്ത് കൊണ്ടുപോകാൻ പറ്റുന്നത്, യോഗയും ആ അദ്വൈതവും? അതിനകത്ത് ഇവിടെ വന്നിരിക്കുന്ന ഒരു ചെറിയൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, ഈ യമനിയമ ആസന പ്രാണായാമ പ്രത്യാഹാര ധാരണ ധ്യാന സമാധി, ഇതിലൂടെയാണ് നമ്മൾ പരമ്പൊരുളിലേക്ക് എത്തിപ്പെടുന്നത് എന്ന് യോഗശാസ്ത്രം അനുശാസിക്കുകയാണ്. അപ്പോ യമം, നിയമം, ആസനം, പ്രാണായാമം, അപ്പൊ പടിപടിയായിട്ട് നമ്മൾ മനസ്സിനെ പാകപ്പെടുത്തി നമ്മൾ ധ്യാനത്തിലേക്ക് വരികയും ധാരണയിലേക്ക് വരികയും അതിലൂടെ പൂർണ്ണമായിട്ട് നമ്മുടെ ഈ മനസ്സിനെ നമ്മൾ പൂർണ്ണമായിട്ട് കൺട്രോളിൽ വരുത്തിയിട്ടാണ് സമാധിയിലേക്ക് പോകുന്നത്. അതായത് ദൃക്കിലേക്ക് നിൽക്കുകയാണ്. ദൃക്ക്, ഈ ദൃശ്യത്തെ നമ്മൾ ബലം പ്രയോഗിച്ച് വളരെ ഫോഴ്സ് ചെയ്തിട്ടാണ്, അടക്കി നിർത്തിയിട്ടാണ് നമ്മൾ അതിനെ ബ്ലോക്ക് ചെയ്ത് നിർത്തുകയാണ്. അപ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ദൃക്ക് മാത്രമായിട്ട് നിൽക്കുന്നത്. അപ്പൊ അവിടെ നമുക്കൊരു അറിവ് കൃത്യമായിട്ട് അവിടെ വരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ സമാധിയിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ എനിക്ക് സമാധി അനുഭവം ഉണ്ടാവുന്നതാണ്. ഈ നിമിഷത്തിൽ നമ്മൾ അത് തന്നെയാണ്, ഈ സാക്ഷിഭാവത്തിൽ നിൽക്കുന്ന ചൈതന്യം തന്നെയാണ്. പക്ഷെ നമ്മൾ തിരിച്ചറിയുന്നില്ല. അപ്പൊ ഈ നമ്മുടെ ദൃശ്യമായിട്ട് നിൽക്കുന്ന ജാഗ്രതത്തിലും സ്വപ്നത്തിലും ഈ ദൃക്കുണ്ട്, അവിടെ ഇത് ചെയ്യുന്നില്ല. പക്ഷെ നമ്മൾക്ക് ഇങ്ങനെ പടിപടിയായിട്ട് മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും കൺട്രോൾ ചെയ്ത് പോകുമ്പോൾ നമുക്ക് അപാരമായിട്ടുള്ള ശക്തിയും കൂടി, സിദ്ധികളൊക്കെ കിട്ടും. അപ്പൊ ആ സിദ്ധികൾ കിട്ടുമ്പോൾ ആളുകളുടെ വിചാരം ഈ സാക്ഷാത്കാരത്തിന് ഇതൊക്കെ അനിവാര്യമാണെന്നാണ്. അത് ആവശ്യമില്ല. അപ്പോ ഞാൻ ഇത്ര സമയം സമാധിയിലായിരുന്നു, ഞാൻ തിരിച്ചു വരുന്നു എന്ന് പറയുമ്പോൾ ഈ എല്ലാ സ്ഥലത്തും നിറഞ്ഞു നിൽക്കുന്ന ആ ചൈതന്യം, അത് ഇല്ലാത്തൊരു സ്ഥലമില്ല. അപ്പൊ ഇവിടെ ബ്ലോക്ക് ചെയ്തു പോയാലും പോയില്ലെങ്കിലും ഞാൻ സത്തായിട്ട് തന്നെ നിൽക്കുകയാണ്. അപ്പൊ യോഗ ദർശനത്തിന് വന്നിരിക്കുന്ന ചെറിയൊരു ഇതാണ്, ആ മനസ്സിലാക്കലിൽ വന്നൊരു പ്രശ്നമാണ്, അല്ലാതെ ആ ശാസ്ത്രത്തിന്റെ കുഴപ്പമല്ല. അപ്പൊ ഇവിടെയാണ് ഞാൻ ഇങ്ങനെ സമാധിയിലൂടെ എനിക്ക് ഈ ധ്യാനത്തിലൂടെ എനിക്കിങ്ങനെ സമാധിയിലേക്ക് പോകാൻ പറ്റും. ഞാൻ പിന്നെ അത് തിരിച്ചു വരുന്നു. ഈ ദൃക്ക് മാത്രമായിട്ട് എപ്പോഴും നിൽക്കുന്നത്, തിരിച്ചു വരവ് എവിടെയാണ്? ദൃശ്യത്തിലാണ്. ദൃശ്യം എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ ഈ വരവും പോക്കും ഈ മനസ്സിനകത്തുള്ള സംഭവമാണ്. ഒരിക്കലും ആത്മാവ് അല്ലെങ്കിൽ പരമ്പൊരുൾ എന്ന് പറയുന്നത് ഒരിക്കലും വരുന്നില്ല, പോകുന്നില്ല. അതെപ്പോഴും ഇങ്ങനെ സാക്ഷിയായിട്ട്, ഇപ്പൊ നമ്മൾ ഉറങ്ങുമ്പോഴും നമ്മൾ വർത്തമാനം പറയുമ്പോഴും സ്വപ്നം കാണുമ്പോഴും ഇത് സാക്ഷിയായിട്ട് അവിടെ നിൽക്കുകയാണ് ഈ ചൈതന്യം. അതിന്റെ വെളിച്ചത്തിലാണ് നമ്മൾ ഇതെല്ലാം കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നത്. അത് തിരിച്ചറിഞ്ഞാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പൊ ധ്യാനം നമുക്ക് ഈ രീതിയിൽ നമ്മൾ കൊണ്ടുപോകാം. ഇപ്പൊ പലപ്പോഴും ധ്യാനം നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മുടെ വെളിയിലിരുന്നിട്ടുള്ള ഒരു രൂപത്തെ നമ്മൾ കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ എങ്ങോട്ട് തിരിഞ്ഞാണോ ഇരിക്കുന്നത് അതേപോലെ നമുക്കൊരു രൂപത്തെ ആയാലും ശരി, അല്ലെങ്കിൽ ഒരു പ്രകാശത്തെ ആണെങ്കിൽ പ്രശ്നം വരുന്നില്ല. കാരണം നമ്മൾ ദൃശ്യമായിട്ടല്ല നമ്മളത് കാണേണ്ടത്. കാരണം ഇത് ഞാൻ തന്നെയാണ്. പക്ഷെ അത് നമുക്ക് അതിനെ ഒന്ന് തിരിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മൾ എപ്പോഴും നമ്മളിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഓരോന്നിനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ആത്മാവിനെയും നമ്മൾ അങ്ങനെ കണ്ട് സാക്ഷാത്കരിക്കണമെന്നുള്ള ധാരണ അവിടെ കിടക്കാണ്. ആ ധാരണ തെറ്റാണ്. അതാണ് പ്രശ്നം. അപ്പൊ ധ്യാനിക്കുമ്പോൾ നമ്മൾ തുടക്കത്തിൽ തന്നെ ഈ ഒരു രീതിയിലേക്ക് അതിനെ മാറ്റി മാറ്റി കൊണ്ടുവരാം. ദൃക്കായിട്ട് തന്നെ കാണാൻ പറ്റും. കുറച്ച് കോംപ്ലിക്കേഷൻ ഉള്ളതാ. ഓക്കെ. അപ്പൊ ഇന്ന് നമുക്ക് 27, 28 ശ്ലോകം നമുക്ക് വളരെ ലളിതമായിട്ടും
അത് വളരെ ഡെപ്തിൽ നമുക്ക് പറഞ്ഞു തന്ന സ്വാമിജിക്ക് എല്ലാവരുടെ പേരിലും എൻ്റെ പേരിലും സമിതിയുടെ പേരിലും നന്ദി അറിയിക്കുന്നു. ഹരി ഓം. അതേപോലെ ഇവിടെ ആദ്യമേ യശോദാദേവിയൊക്കെ മനോഹരിയൊക്കെയും നമ്മുടെ ഇതൊക്കെ ചൊല്ലി അവർക്ക് എല്ലാവർക്കും നന്ദി. അപ്പം ഇനിയും അടുത്ത ആഴ്ച സ്വാമിജി കാണത്തില്ലെന്ന് പറയുന്നു. അപ്പം നമുക്ക് അടുത്ത ആഴ്ച നമുക്ക് ഇന്റർണലായിട്ട് നമുക്ക് തന്നെ കുറച്ച് എന്തെങ്കിലുമൊക്കെ ചർച്ച ചെയ്യാം, പ്ലാൻ ചെയ്യാം. എല്ലാവർക്കും നല്ലൊരു ഇപ്പോൾ നമുക്ക് ശാന്തി മന്ത്രം ചൊല്ലിയിട്ട് പൂർണ്ണമാക്കാം. ഇപ്പോൾ നമസ്കാര സ്ഥിതി. ഓം സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. എല്ലാവർക്കും ശുഭരാത്രി. അടുത്ത ആഴ്ച കാണാം.